ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് തീക്ഷ്ണമതികളായിട്ടുള്ളവരെ സാത്താന് വിഴുങ്ങാൻ പറ്റുമോ? പറ്റില്ല. ക്രിസ്ത്യാനിക്ക് മുഖമുദ്രയായി മാറേണ്ടത് ഈ ഒരു തീക്ഷ്ണതയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. അതാണെങ്കിൽ നമുക്കൊരു 3 ഗണം ആളുകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഒന്നാമത്തെ ഗണമാണ് തെറ്റായ കാര്യങ്ങൾക്ക് തീക്ഷ്ണതയുള്ളവർ. അമിതമായിട്ടുള്ള താല്പര്യവും തീക്ഷ്ണതയും അവർ കാണിക്കും, പക്ഷേ തെറ്റായ കാര്യങ്ങൾക്ക്. ഹിറ്റ്ലറിനും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു തീക്ഷ്ണത, മറ്റുള്ളവരെ കൊന്നൊടുക്കാൻ വേണ്ടി ആയിരുന്നേ ഉള്ളൂ. അബിമേലെക്കിനെ കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം വായിച്ച അവന് ആളുകളെല്ലാം കൂടി ഒരു കെട്ടിടത്തിലേക്ക് ഓടിക്കയറിയപ്പോൾ അതിൻ്റെ വാതിലടച്ച് ആ കെട്ടിടത്തിന് തന്നെ തീയിട്ട് അവരെല്ലാം നശിപ്പിക്കാൻ ഉദ്ദേശിച്ച ഒരു വ്യക്തിയായിരുന്നു അബിമേലെക്ക്. പക്ഷേ ഒരു സ്ത്രീ തിരികല്ലിമ്പിള്ള കൊണ്ട് അവൻ്റെ തലയോട് അടിച്ചു പൊട്ടിച്ചു എന്നുള്ളത് ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ന്യായാധിപന്മാർ 9-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നു തീക്ഷ്ണത തെറ്റായ കാര്യത്തിന് വേണ്ടി. രണ്ടാമതൊരു ഗണം ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷണാവസ്ഥ. ഒരു സ്ത്രീ അവരുടെ ഭർത്താവിനെ കുറിച്ച് പറഞ്ഞാൽ, എൻ്റെ ഭർത്താവ് ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കത്തില്ല, ഒരു ദ്രോഹമില്ല, ഒരു കുടുംബാംഗങ്ങളെയും ദ്രോഹിക്കത്തില്ല, പക്ഷേ ഒരു പ്രാർത്ഥന ചെല്ലാൻ പോലും പുള്ളിക്ക് താല്പര്യമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു തണുപ്പം മട്ടിൽ പൊക്കോണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള വ്യക്തികളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നത് എന്താ? നമ്മൾ വെളിപാട് പുസ്തകം, ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകമാണ്. വെളിപാട് 3:15 മുതൽ വായിക്കുമ്പോൾ, നീ ചൂടോ തണുപ്പോ ഇല്ലാത്ത മന്ദോഷണാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്നും തുപ്പിക്കളയും. അവർക്ക് വലിയ വില ദൈവം കൽപ്പിക്കുന്നില്ല. ഇനി അവർ രക്ഷപ്പെടാൻ കർത്താവ് ആവശ്യപ്പെട്ട ഒരു കാര്യം അനുദപിച്ച് തീക്ഷ്ണതയുള്ള വ്യക്തിയായി മാറുക. നമുക്ക് കാണാൻ സാധിക്കും, ഒരു തിരി വേണേൽ പെസഹാ തിരി കത്തി നിൽക്കുന്ന സമയത്ത് ഒരു ഈച്ചയോ പ്രാണിയോ അതിൻ്റെ മുകളിൽ വന്നാൽ അത് ചത്തുപോക്കോളും. പക്ഷെ ആ തിരി കെട്ടിരിക്കുകയാണെങ്കിലോ ആ ഈച്ചയ്ക്ക് സുഖമായിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റും. തീക്ഷ്ണത നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാത്താന് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കയറി നിരങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. മൂന്നാമതൊരു ഗണത്തെ നമുക്ക് കാണാൻ പറ്റും. അവരാണ് നല്ലതിന് തീക്ഷ്ണതയുള്ള വ്യക്തികൾ. നല്ലതിന് നല്ല തീക്ഷ്ണത. 1 രാജാക്കന്മാർ 19:14 വായിച്ചാൽ ഏലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നുണ്ട്, ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു? എന്തായിരുന്നു അവൻ്റെ മറുപടി? സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുന്നു. ഇവനെ സാത്താന് പരാജയപ്പെടുത്താൻ പറ്റുമോ? ശത്രുക്കൾക്ക് പരാജയപ്പെടുത്താൻ പറ്റുമോ? കാരണം സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണത അവനെ വിഴുങ്ങിയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 22:3 വായിച്ചാൽ പൗലോസിന് ദൈവത്തെ പ്രതി ഒരു തീക്ഷ്ണതയുണ്ടായിരുന്നു. അത് നല്ല തീക്ഷ്ണതയാണ്, ദൈവിക കാര്യങ്ങളിലുള്ള ഒരു തീക്ഷ്ണത. തീത്തോസിൻ്റെ പുസ്തകം, തീത്തോസിൻ്റെ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. 2:14 വായിച്ചാൽ സൽപ്രവൃത്തികൾ ചെയ്യാൻ തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ എന്നാണ് അവിടെ പറയപ്പെട്ടിരിക്കുന്നത്. സൽപ്രവൃത്തികൾ ചെയ്യാൻ. ചില വിശുദ്ധരൊക്കെ സൂചിപ്പിച്ച കാര്യമുണ്ട്. ആത്മാക്കളെ നേടാൻ ഞാൻ കല്ലും മണ്ണും തിന്നണോ? തിന്നാം. ഇതൊക്കെ അവരുടെ തീക്ഷ്ണത. ഒരാത്മാവിനെ നേടാൻ വേണ്ടി കല്ലോ മണ്ണോ തിന്നണമെങ്കിൽ അതുപോലും തിന്നാൻ ഞാൻ റെഡിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ വിശുദ്ധര്. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, തീക്ഷ്ണത എന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയായി മാറേണ്ടതാണ്. ഓപ്ഷനൊന്നുമല്ല. ദൈവം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിന്റെ മുഖമുദ്ര ഈ തീക്ഷ്ണത ആയിരിക്കണം. റോമ 12:11 പറഞ്ഞിരിക്കുന്നത് എന്താ? തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിന് ശുശ്രൂഷ ചെയ്യുക. ഈ തീക്ഷ്ണത നിനക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. 2 തീമോത്തി 1:6 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. തീക്ഷ്ണമതികളായിട്ട് നമുക്ക് തുടരാൻ പറ്റണം. എന്തെങ്കിലും ഒരു തീക്ഷ്ണത ഉണ്ടായിരുന്നു, പണ്ടെങ്ങാണ്ടുണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ പോരാ.
അത് തുടരാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. സങ്കീർത്തനം 69 9-ാമത്തെ വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങി. യേശുവിൽ നമ്മൾ കാണുന്ന അതാണ്. യോഹന്നാൻ 2-ാം അധ്യായം 17 ആ ആലയ ശുദ്ധീകരണം നടത്തുന്ന യേശു എന്തുകൊണ്ടായിരുന്നു? തീഷ്ണത അവനെ വിഴുങ്ങിയതുകൊണ്ട്. 2 മക്കബായർ 14:38 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, യഹൂദ വിശ്വാസത്തെ പ്രതി ശരീരവും ജീവനും കൊടുത്ത് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിച്ച വ്യക്തികളെക്കുറിച്ച്. മത്തായി 16:25 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നിത്യജീവൻ എടുക്കാൻ സാധിക്കുന്ന ആർക്കാ? ജീവൻ പോലും കൊടുക്കാൻ സാധിക്കുന്നവർ. അങ്ങനെ ജീവൻ പോലും കൊടുക്കാൻ സന്നദ്ധരായി മുമ്പോട്ട് വന്ന വ്യക്തികൾ. നമുക്ക് ഏതാനും വിശുദ്ധർ പറയുന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വിശുദ്ധ അഗസ്തീനോസ് അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, തീഷ്ണതയില്ലാത്ത വൈദികൻ ദൈവത്തോട് സ്നേഹമില്ലാത്ത വൈദികനാണ്. തീഷ്ണത വൈദികന് മാത്രമല്ല, ദൈവമക്കളായി നമ്മൾ രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ്, നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ്. വിശുദ്ധ ബൊനിഫസ് അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത്, ദൈവമക്കൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശം, നമ്മൾ കുരയ്ക്കാത്ത നായ്കളോ നിദ്രാധീനരായ കാവൽ ഭടന്മാരോ ചെന്നായി വരുമ്പോൾ ഓടുന്ന കൂലിക്കാരോ ആകാതെ സമയത്തും അസമയത്തും ഉത്സാഹപൂർവ്വം ജാഗരൂകരായിരിക്കണം. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട, സമർപ്പിതർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ ഉത്സാഹപൂർവ്വം ജാഗരൂകരായിരിക്കണം. അത് ദൈവത്തെ അറിഞ്ഞവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവസാനമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്, ഏതെല്ലാം മേഖലയിൽ നമുക്ക് തീഷ്ണതയുള്ളവരാകാം? ഒന്ന്, പ്രാർത്ഥനയിൽ. 1 തെസ്സലോനിക്ക 3:10 നമ്മൾ കാണുന്നതാണ്, ഞങ്ങൾ രാപകൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു. 2-ാമത്തെ കാര്യം, നേതൃത്വം നൽകുമ്പോൾ റോമ 12:8 പറഞ്ഞിരിക്കുന്നത്, തീഷ്ണതയുള്ളവരെ പോലെ നിങ്ങൾ നേതൃത്വം നൽകുക. 3-ാമത്തേത്, അനുദപിക്കുമ്പോൾ ബാറൂക്ക് 4:28 10 ഇരട്ടി ഉത്സാഹത്തോടെ നിങ്ങൾ അനുദപിച്ച് തിരിച്ചു വരിക. 4-ാമത്തെ കാര്യമാണ് നന്മ ചെയ്യുമ്പോൾ. 1 പത്രോസ് 3:13 പറഞ്ഞിട്ടുണ്ട്, നന്മ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കുക. 1 പത്രോസ് 4:7-8 വായിച്ചാൽ സ്നേഹിക്കുന്നതിൽ തീഷ്ണതയുള്ളവരായിരിക്കണം. സർവോപരി നിങ്ങൾക്ക് ഗാഠമായ പരസ്പര സ്നേഹമുണ്ടായിരിക്കട്ടെ. അവസാനത്തേത്, ആത്മീയ ദാനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ തീഷ്ണതയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. 1 കൊരിന്ത്യസ് 14-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു യാഥാർത്ഥ്യമാണ്. ഈ സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.